വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി അഫ്ഫാനും കുടുംബത്തിനും 4 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. കുടുംബത്തിന് മുൻപ് ചില ബിസിനസ്സുകൾ നഷ്ടത്തിലായതാണ് ബാധ്യതയാകാൻ കാരണം. തെളിവെടുപ്പിനിടെ കടബാധ്യത സ്ഥിരീകരിക്കുന്ന രേഖകൾ പോലീസിന് ലഭിച്ചു. കാസർഗോഡ് സൂര്യാഘാതമേറ്റ് ഒരാൾ മരിച്ചു. വലിയപ്പൊയിൽ സ്വദേശി കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. കയ്യൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30യോടെയാണ് സംഭവം നടന്നത്. വീടിന് സമീപത്ത് വെച്ചാണ് 92 വയസ്സുകാരനായ കുഞ്ഞിക്കണ്ണന് സൂര്യാഘാതമേറ്റത്. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ 3-ാം ദിവസം സമ്മേളന നഗരിയിലെത്തി നടനും MLA-യുമായ മുകേഷ്. സ്വന്തം മണ്ഡലത്തിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും MLA-യുടെ അസാന്നിധ്യം ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകരെ പരിഹസിച്ചും വിമർശിച്ചുമുള്ള പ്രതികരണമാണ് അദ്ദേഹം ആദ്യം നടത്തിയത്. മാധ്യമങ്ങൾ തരുന്ന ഈ കരുതലിന് നന്ദിയുണ്ടെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. കേരള സർക്കാരിന് ആശമാരോട് അനുഭാവപൂർണമായ നിലപാടാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അവരെ ചേർത്ത് പിടിക്കുന്നുവെന്നും വീണ ജോർജ് പറഞ്ഞു. ആശമാരെ സാമൂഹ്യമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. താനൂരിൽ നിന്ന് നാടുവിട്ടുപോയ പെൺകുട്ടികൾ നാട്ടിൽ തിരിച്ചെത്തി. പോലീസ് സംഘത്തോടൊപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കുട്ടികൾ എത്തിയത്. കുട്ടികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തും. കൗൺസിലിംഗിന് ശേഷം ഇരുവരെയും വീട്ടുകാർക്ക് വിട്ടു നൽകും. കരിമണലിനെ മൂലധനമാക്കണമെന്ന് CPIM നവകേരള രേഖ. അതിനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖയിൽ വ്യക്തമാക്കുന്നു. അതേസമയം ആളുകളോട് പണം നൽകി സേവനം നൽകുന്നത് പാർട്ടിക്ക് യോജിച്ചതാണോ എന്നും വിശദമായ പരിശോധന വേണമെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. ആലത്തൂർ DYSP ഓഫീസിലാണ് ചെന്താമരയുടെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ചെന്താമര നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി ഭാര്യ മൊഴി നൽകി. വൈകിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയതെന്നും ചെന്താമരയുടെ ഭാര്യ പോലീസിനോട് വ്യക്തമാക്കി. ചെന്താമരയുടെ ഭാര്യ എന്ന നിലയിൽ അറിയപ്പെടാൻ താല്പര്യമില്ലെന്നും അവർ മൊഴി നൽകി. താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘടനത്തിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച് DWC. താമരശ്ശേരി ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കൊലപാതകത്തിന് മുമ്പ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മയക്കുമരുന്ന് കേസ് പ്രതിയായ യുവതിയെ കാപ്പ ചുമത്തി നാട് കടത്തി. കണ്ണൂർ തലശ്ശേരി തിരുവങ്ങാടി സ്വദേശി ഫാത്തിമ ഹബീബയ്ക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് 27-കാരിയായ ഫാത്തിമ. ഗുജറാത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് താക്കീതുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർട്ടിക്കുള്ളിൽ നിന്നും BJPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വീൽ ചെയർ നൽകാത്തതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ വീണ വയോധികയ്ക്ക് പരിക്ക്. എയർ ഇന്ത്യക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അന്തരിച്ച മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യ 82 വയസ്സുകാരിയായ പ്രസിച്ച രാജനാണ് ഗുരുതര പരിക്കേറ്റത്. ഡൽഹി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ അധികൃതർ മുൻകൂട്ടി ബുക്ക് ചെയ്ത വീൽ ചെയർ നൽകാത്തതിനെ തുടർന്ന് വയോധികയ്ക്ക് പരിക്കേറ്റെന്നാണ് യുവതിയുടെ പരാതി.